ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമ്മളിപ്പം ഇവിടെ ഒന്ന് നിർത്തി പ്രഭാഷണത്തിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ മധ്യാഹ്നത്തിന് ശേഷമുള്ള 2 പ്രഭാഷണങ്ങൾ. ഇതിലാദ്യത്തെ പ്രഭാഷണം തൃതീയ സ്കന്ധത്തില് 15-ാമത്തെ അധ്യായം ആണ്. വരാഹ ചരിത്രത്തിലുള്ള 15-ാമത്തെ അധ്യായം നമുക്ക് പറഞ്ഞു തരുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് നല്ല രീതിയിൽ പ്രഭാഷണം പറഞ്ഞു തന്ന ചന്ദ്രമതി അമ്മ പുത്തൻകുരിശ് എറണാകുളത്താണ്. അമ്മയുടെ വാക്കുകളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവിധ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ സായാഹ്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാധേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വനാംനാം അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത് പാദാരവിന്ദങ്ങളിലും ആചാര്യപാദങ്ങളിലും സവിനയ പ്രണാമം. ആചാര്യ ഗുരുനാഥനായ ബ്രഹ്മശ്രീ ഇളയിടം നീലകണ്ഠൻ നമ്പൂതിരിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ ഭാഗവത സപ്താഹത്തിന്റെ 1-ാം ദിവസമായ ഇന്ന് സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന എല്ലാ ഭഗവത് ഭക്തരായ പുണ്യാത്മാക്കൾക്കും എന്റെ നമസ്കാരം. തൃതീയ സ്കന്ധത്തിലെ 15-ാം അധ്യായം വിചാരം ചെയ്യുന്നതിനാണ് ഭഗവാൻ ഇന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. ഭഗവാന്റെ ഈ അനുഗ്രഹത്തെ വലിയൊരു സൗഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു. സർഗം എന്ന ലക്ഷണമുള്ള തൃതീയ സ്കന്ധത്തിൽ ആകെ 33 അധ്യായങ്ങളുണ്ട്. 15-ാം അധ്യായത്തിലെ ദിതി കശ്യപ സംവാദവും കശ്യപനിൽ നിന്ന് ദിതി ഗർഭം ധരിക്കുന്നതും ധരിച്ച വ്യാസമഹർഷി 15-ാം അധ്യായത്തിലെ 50 ശ്ലോകങ്ങളിലായി വൈകുണ്ഠ വർണ്ണനയും സനകാദികൾ ദേവജിയന്മാരെ ശപിക്കുന്ന കഥയും മുനിമാർക്ക് ലഭിച്ച ഭഗവത് ദർശനവും സനകാദികളുടെ ഭഗവത് സ്തുതിയുമാണ് വർണ്ണിക്കുന്നത്, പ്രധാനമായിട്ടും വർണ്ണിക്കുന്നത്. ദിതിയിൽ പ്രവേശിച്ച കശ്യപ തേജസ് മൂലം സൂര്യാദിഗോളങ്ങളുടെ എല്ലാം പ്രഭ മങ്ങിപ്പോയി. തനിക്ക് ജനിക്കുന്ന പുത്രന്മാരിൽ നിന്നും ദേവന്മാർക്കുണ്ടാകാൻ പോകുന്ന ഉപദ്രവത്തെ ശങ്കിച്ച ദിതി തന്റെ ഗർഭത്തെ 100 വർഷക്കാലത്തേക്ക് ഉദരത്തിൽ തന്നെ വഹിച്ചുകൊണ്ട് നടന്നു. കശ്യപവീരത്തിന്റെ തേജസ് മൂലം ദിക്കുകൾ പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അന്ധകാരം എവിടെയും വ്യാപിച്ചു. ഇന്ദ്രാദിദേവന്മാരായ ലോകപാലകർ വിശ്വസൃഷ്ടാവായ ബ്രഹ്മാവിനെ കണ്ട് സത്യലോകത്തിൽ ചെന്ന് കാര്യമറിയിച്ചു. ദിനരാത്രങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രഹ്മാവ് സൗമ്യമായി മന്ദഹസിച്ചുകൊണ്ട് ദേവന്മാരോട് പറഞ്ഞ മറുപടി ജയവിജയന്മാർക്ക് സനകാദികളിൽ നിന്നും ലഭിച്ച ശാപകഥ. ഇത് മൈത്രേയ മഹർഷി വിതുരർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് 15-ാം അധ്യായത്തിന്റെ ഒരു ചുരുക്കം. ഭക്തിയോടൊപ്പം തന്നെ വിനയവും അത്യാവശ്യമാണ്. അഹങ്കാരം അധപ്പതനത്തിന് കാരണമാകും. ചില സന്ദർഭങ്ങളിൽ അഹംഭാവവും കോപവും നിയന്ത്രിക്കാൻ
ഭഗവാന്റെ ഭക്തന്മാർക്ക് പോലും സാധിക്കാറില്ല. വിഷ്ണുരാധനായ പരീക്ഷിത് മഹാരാജാവിന്റെ മനസ്സിൽ ഒരു നിമിഷ നേരത്തേക്ക് തോന്നിയ അവിവേകമാണല്ലോ ശമീകപുത്രനായ ശൃംഗിയിൽ നിന്നും ശാപം നേരിടേണ്ടി വന്നത്. ഭാഗവത കഥകളിൽ കൂടി ഇതുപോലെയുള്ള തത്വങ്ങൾ ഭക്തരെ മനസ്സിലാക്കിക്കാനാണ് വ്യാസമഹർഷി ശ്രമിക്കുന്നത്. ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരായ സനകാദികൾ, സനകൻ, സനന്ദൻ, സനൽകുമാരൻ, സനാതനൻ, ഇവർ മഹാജ്ഞാനികളാണ്. നിർഗുണ ബ്രഹ്മധ്യാനത്തിൽ ലയിച്ച് രാഗദ്വേഷാദികൾക്ക് മനസ്സിലിടം നൽകാതെ നടക്കുക. സൃഷ്ടികർമ്മങ്ങളിൽ താല്പര്യമില്ലാത്തവരും ഒരു മോഹങ്ങളില്ലാത്തവരുമായി ആകാശമാർഗേണ ഇങ്ങനെ ലോകങ്ങളെ ചുറ്റി സഞ്ചരിക്കുന്നവരുമായിരുന്നു സനകാദികൾ. ഒരിക്കൽ ഭഗവാൻ വിഷ്ണുവിനെ കാണാനുള്ള ആഗ്രഹത്താൽ, ഭഗവാന്റെ ധാമമായ വൈകുണ്ഠം കാണാനുള്ള മോഹത്താൽ വിഷ്ണു ലോകമായ വൈകുണ്ഠത്തിലെത്തി. ഈ അധ്യായത്തിലെ 14 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങളിൽ വ്യാസമഹർഷി നമുക്കായി ഒരു അത്ഭുത ലോകം തുറന്നു കാണിക്കുകയാണ്. സാക്ഷാൽ ഭഗവാന്റെ ധാമമായ വൈകുണ്ഠ ലോകം. ശ്രീമദ് നാരായണത്തിൽ നാരായണ ഭട്ടതിരി 11ാം ദശകത്തിൽ ഒരു ശ്ലോകം, അതായത് 2ാമത്തെ ശ്ലോകത്തിൽ വൈകുണ്ഠത്തെ വർണ്ണിക്കുന്നുണ്ട്. മനോജ്ഞ നൈശ്രേയസ കാനനാദ്യൈ അനേകവാപി മണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വര പ്രാപുരതീത കക്ഷ്യ. ഇങ്ങനെ ആ ഒറ്റ ഒരു ശ്ലോകത്തിലെ 4 വരികളിൽ കൂടി എങ്ങനെയുള്ള വൈകുണ്ഠത്തെയാണ് സനകാദി മുനീശ്വരന്മാർ വൈകുണ്ഠത്തിലാണ് എത്തിച്ചേർന്നത് നമുക്ക് മനസ്സിലാവും. മനോഹരമായ ഉദ്യാനങ്ങളാലും അനേകം ജലാശയങ്ങളാലും മണിമന്ദിരങ്ങളാലും മനോജ്ഞമായ മറ്റൊന്നിനോട് ഉപമിക്കാൻ പറ്റാത്ത ഭഗവാന്റെ നികേതത്തിൽ സനകാദികൾ എത്തിച്ചേർന്നു. വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്ന സനകാദികൾ അക്ഷരാർത്ഥത്തിൽ വിസ്മയിച്ചുപോയി. അവിടെയുള്ളവര് മഹാവിഷ്ണുവിനെ പോലെ ശരീരമുള്ളവരാണ്. ഫലകാംക്ഷ കൂടാതെ ഭക്തിയോടെ ഹരിയെ പൂജിക്കുന്നവർക്ക് ഭജിക്കുന്ന വിഷ്ണുവിന്റെ രൂപവും വൈകുണ്ഠവാസവും ഭഗവാൻ അനുഗ്രഹിച്ചു തന്നെ നൽകും. വൈകുണ്ഠത്തിലെ ഓരോ അണുവും സദാ നാരായണ നാരായണ എന്നിങ്ങനെ നാമം ജപിക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. അവിടെ വൈകുണ്ഠത്തിൽ സമയമില്ല, കാലഭേദമില്ല, ഭയമോ ദുഃഖമോ ഇല്ല, മരണവുമില്ല. പക്ഷികളുടെ ശബ്ദം പോലും നാമസങ്കീർത്തനമാണ് അവിടെ. തുളസി ഗന്ധത്തോടെയുള്ള ഇളം തെന്നലാണ് അവിടെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഋതുക്കളിലുമുള്ള സുഗന്ധ പുഷ്പങ്ങൾ ഒരേ സമയം വിടർന്നു വിലസുന്ന നൈശ്രേയസം എന്ന ഉദ്യാനം, പവിഴം കൊണ്ട് പടവുകൾ തീർത്ത ജലാശയങ്ങൾ. ലക്ഷ്മി ദേവി മുഖം നോക്കുന്നത് ഇതിലാണോ എന്ന് തോന്നും. അത്രയ്ക്കും ശുദ്ധമായ തെളിഞ്ഞ ജലം നിറഞ്ഞ ജലാശയം. വൈഡൂര്യം, മരതകം, സ്വർണം ഇവ കൊണ്ട് നിർമ്മിച്ച വിമാനങ്ങൾ അവിടെയായി കാണാം. ഈ വിമാനങ്ങളിൽ നാരായണ മന്ത്രം ഉരുവിട്ട് സഞ്ചരിക്കുന്നവരാണ് അവിടെയുള്ളവര്. പ്രലോഭിപ്പിക്കുന്ന സാഹചര്യങ്ങളിലും സൗന്ദര്യത്തിലും മയങ്ങാതെ, വികാരങ്ങൾക്ക് വശംവദരാകാതെ ഭഗവത് ഭക്തിയിൽ മുഴുകിയിരിക്കുന്നവർ, ചതുർബാഹുക്കളുള്ള പീതവസ്ത്രധാരികളായ പുരുഷന്മാർ, നിസ്വാർത്ഥ ഭക്തി കൊണ്ട് മാത്രം ഭഗവത് പാദങ്ങളിൽ എത്തിച്ചേർന്നവരാണവർ. വിസ്മയപ്പെടുത്തുന്ന കാഴ്ചകളിൽ സ്വയം മറന്ന സനകാദി മഹർഷിമാർ ഒരു തടസ്സവുമില്ലാതെ വൈകുണ്ഠത്തിലെ 6 മതിൽ ചുറ്റുകൾ കടന്നു. 7ാമത്തെ കവാടത്തിലെത്തിയപ്പോൾ അവിടെ അവർ 2 ദേവന്മാരെ കണ്ടു. മഹാവിഷ്ണുവിന്റെ രൂപമുള്ള എന്നാൽ കോപപ്രകൃതിയുള്ള കണ്ണുകൾ അല്പം ചുമന്ന അവർ
ദ്വാരപാലകരായ ജയവിജയന്മാർ അത്യന്തം സംപൂജ്യരായ സനകാദികളെ 7ാമത്തെ കവാടത്തിൽ തടഞ്ഞു നിർത്തുകയാണ് ചെയ്തത്. ഭഗവാനെ ദർശിക്കുന്നതിൽ നിന്നുള്ള ആഗ്രഹത്തെ തടസ്സപ്പെട്ടതിനാൽ സനകാദികൾക്ക് കോപമുണ്ടായി. എത്ര സംയമനമുള്ളവർക്കാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ കോപം തടുക്കാൻ പറ്റാതെ വരും. അങ്ങനെ വന്നാൽ അവരുടെ പതനം വളരെ അഗാധവുമായിരിക്കും. കോപത്തോടെ ഭഗവാന്റെ ദ്വാരപാലകന്മാരെ സനകാദി മഹർഷികൾ ശപിച്ചു. വൈകുണ്ഠ ലോകത്തിന് അനുചിതമായ പ്രവൃത്തി ചെയ്ത നിങ്ങൾ ദൈത്യന്മാരായി മറ്റൊരു ലോകത്ത് പോയി ജന്മമെടുക്കട്ടെ എന്നായിരുന്നു ശാപം. അസ്ത്രങ്ങൾ കൊണ്ടുപോലും തടുക്കാൻ പറ്റാത്ത ബ്രാഹ്മണ ശാപത്താൽ ഭയപ്പെട്ട ഹരിഭൃത്യന്മാർ മുനിമാരുടെ പാദങ്ങളിൽ വീണ് ദണ്ഡ നമസ്കാരം ചെയ്തു. അധോ ലോകത്ത് ജനിച്ചാലും എപ്പോഴും തങ്ങളിൽ ഭഗവത് സ്മരണ ഉണ്ടാകണേ എന്നവർ മുനിമാരുടെ കാൽക്കൽ വീണു പ്രാർത്ഥിച്ചു. സർവജ്ഞനായ ഭഗവാൻ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ട് സനകാദികളുടെ നേരെ ഭൃത്യന്മാർ കാട്ടിയ ഈ അതിക്രമത്തെ അറിഞ്ഞിട്ട് ലക്ഷ്മി സമേതനായി പാദസഞ്ചാരേണ 7ാമത്തെ കവാടത്തിലേക്ക് എത്തിച്ചേരുകയാണ്. സനകാദികളുടെ ചിത്തക്ഷോഭത്തെ ശമിപ്പിച്ച് അവർക്ക് ദർശനം നൽകുകയാണ്. മുനിമാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാന്റെ രൂപസൗന്ദര്യം 38 മുതൽ 45 വരെ ശ്ലോകങ്ങളിലായിട്ട് മനോഹരമായ വാക്കുകളിലൂടെ വ്യാസഭഗവാൻ ഭക്തർക്ക് വർണ്ണിച്ചു തരികയാണ്. നാരായണീയത്തിലെ 100ാം ദശകം എല്ലാവരും കേട്ടിട്ടുണ്ടാവും, എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. നാരായണ ഭട്ടതിരി ഭഗവാന്റെ കേശാദിപാദം വർണ്ണിക്കുന്നത് പോലെ മനോഹരമായ ശ്ലോകങ്ങളിലൂടെ സനകാദികൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാനെ വ്യാസമഹർഷി വർണ്ണിക്കുകയാണ്. അവരുടെ മുന്നിൽ ശോഭനമായ നല്ല താമരപ്പൂ പോലെയുള്ള മുഖത്തോടെ, സ്നേഹത്തെ സൂചിപ്പിക്കുന്ന കടാക്ഷത്തോടെ, കാണുന്നവരുടെ ഹൃദയത്തിലേക്ക് സുഖമായി പ്രവേശിക്കുന്ന ശ്യാമള നിറമുള്ള സ്വരൂപത്തോടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. തടിച്ച് വിസ്താരമായ നിതംബം മഞ്ഞപ്പട്ടുകൊണ്ട് മറച്ചിട്ടുണ്ട്. വണ്ടുകൾ മൂളുന്ന വനമാലയും അണിഞ്ഞിട്ടുണ്ട്. ഒരു കൈ ഗരുഡിന്റെ മീതെ വെച്ചു, മറുകൈയിൽ താമരപ്പൂ പിടിച്ചു, മിന്നലിന്റെ കാന്തിയെപ്പോലും വെല്ലുന്ന മകരകുണ്ടലങ്ങൾ അണിഞ്ഞ് അത് പ്രതിബിംബിക്കുന്ന കവിൾത്തടത്തോടു കൂടി കൗസ്തുഭരത്നത്തിന്റെ ശോഭയിൽ വിളങ്ങി നിൽക്കുന്ന ഭഗവാന്റെ ആ ലക്ഷ്മി സമേതനായ രൂപം മുനിമാർ ദർശിച്ചു. ഭജിക്കുന്നവർക്കെല്ലാം സർവ അഭീഷ്ടദായകനായ ഭഗവാനെ നേരി കണ്ടപ്പോ തൃപ്തി വരാത്ത നേത്രങ്ങളോടെ, എത്ര നോക്കിയിട്ടും മതിയാവാത്ത നേത്രങ്ങളോടെ സനകാദികൾ ദണ്ഡ നമസ്കാരം ചെയ്തു. നിർഗുണ ബ്രഹ്മസ്വരൂപന്മാരാണെങ്കിലും സനകാദികളുടെ മനസ്സിൽ അത്യാനന്ദം നിറഞ്ഞു. അവരുടെ ശരീരത്തിനും രോമാഞ്ചമുണ്ടായി. അവർ ഭഗവാനെ സ്തുതിച്ചു. 46 മുതൽ 15ാം അധ്യായത്തിന്റെ അവസാന ശ്ലോകം വരെ സനകാദികളുടെ ഭഗവത് സ്തുതിയാണ്. ദുരാത്മനാം ത്വം സ്വദീവനോ നയനമൂലമനന്തരാർത്ഥ യർഹ്യേവ കർമ്മവിവരേണ ഗുഹാം ഗതോന്ന പിത്രാനുവർണിതരകാഭവദുൽഭവേന. തങ്ങൾ ചെയ്ത അപരാധം, തങ്ങൾ ചെയ്തതും ഒരിക്കലും മുനിമാർക്ക് പെട്ടെന്ന് തോന്നുന്ന കോപത്തിൽ ചെയ്യാൻ പറ്റാത്ത ഒരു അപരാധമാണ് അവർ ചെയ്തത്, തങ്ങൾ ചെയ്തത് എന്ന് ബോധമുള്ള മുനിമാര് തങ്ങൾ ചെയ്ത അപരാധത്തെ ഭഗവാന്റെ മുന്നിൽ ബോധിപ്പിച്ചു. ഭഗവാന്റെ ദ്വാരപാലകരെയാണ് ശപിച്ചത്. തീർച്ചയായിട്ടും അപ്പോ അതുകൊണ്ടുള്ള ആ ശാപം കൊണ്ടുള്ള പാപം അവർക്കുണ്ടാകും. അപ്പോ ഭക്തന്മാരായ ദ്വാരപാലകർ ശപിച്ചത് മൂലം ആ പാപം കൊണ്ട് ഏത് നീച യോനികളിൽ ജനിക്കേണ്ടി വന്നാലും
മനസ്സുകൊണ്ട് എപ്പോഴും ഭഗവത് ചിന്തയുള്ളവരാകണേ, ഭഗവത് സ്മരണയുള്ളവരാകണേ, ഭഗവൻ നാമം ഉച്ചരിക്കുന്നവരാകണേ എന്ന് അവർ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. വാക്കുകൾ കൊണ്ട് എപ്പോഴും ഭഗവത് പാദവർണ്ണന ഉണ്ടാകണമെന്നും, ശ്രോത്രങ്ങൾ കൊണ്ട് ഭഗവത് കഥാശ്രവണം കൊണ്ട് ശ്രോത്രങ്ങൾ കഥാശ്രവണം കൊണ്ട് നിറയണം എന്നുമാണ് അവർ പ്രാർത്ഥിച്ചത്. ദുർലഭമായി ലഭിക്കുന്ന ഭഗവത് രൂപദർശനത്തിന് വേണ്ടി വൈകുണ്ഠത്തിലെത്തിയ സനകാദികൾക്ക് കാര്യം സാധിച്ച് പരമാനന്ദത്തെ പ്രാപിച്ച് പരമൈശ്വര്യസ്വരൂപനായ ഭഗവാനെ നമസ്കരിക്കുന്നതോടെ ജയ വിജയ ശാപനിരൂപണം എന്ന ഈ 15-ാം അധ്യായവും സമാപിക്കുകയാണ്. അഗാധമായ ഭക്തി ഉണ്ടെങ്കിലും അഹങ്കാരമുണ്ടെങ്കിൽ എത്ര ഉന്നത പദവിയിലിരിക്കുന്നവരും അധപ്പതിക്കും. ഭക്തിയോടൊപ്പം വിനയവും ഏറെ അത്യാവശ്യമാണ് എന്ന ആശയമാണ് നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഭഗവത് സ്മരണം ശത്രുതാഭാവത്തിലാണെങ്കിൽ പോലും അത് മോക്ഷത്തിലേക്ക് നയിക്കും. സനകാദികളുടെ ശാപത്താൽ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, രാവണൻ, കുംഭകർണൻ, ശിശുപാലൻ, ദന്തവക്രൻ എന്നീ ജന്മങ്ങളെടുത്ത ജയവിജയന്മാർ ഭഗവാന്റെ കൈകൾ കൊണ്ട് തന്നെ മോക്ഷം നേടിയ കഥ വിദിതമാണ്, നമുക്കെല്ലാം സുപരിചിതമാണ്. തൃതീയ സ്കന്ധത്തിലെ 15-ാം അധ്യായത്തെ ആസ്പദമാക്കിയ ഈ വാക്കുകൾ ഭഗവാന്റെ പാദങ്ങളിലും ആചാര്യപാദങ്ങളിലും ഭക്തിയോടെ സമർപ്പണം ചെയ്ത് നമസ്കരിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമഃ.